ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് കൃപയാൽ നമ്മെ സഹായിക്കട്ടെ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. 1 ശമൂവേൽ 14:6. യോനാഥാൻ തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്നചർമ്മികളുടെ പാളയത്തിന് നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ തിരുവചനത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിപ്പാൻ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, യോനാഥാൻ ശത്രുവിൻ്റെ പാളയത്തിന് നേരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവത്തെക്കുറിച്ചാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ മുൻപിലേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രു ഒരു സൈന്യം പോലെ പാളയമിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ പിൻപിലോട്ടല്ല, ആത്മിക ജീവിതത്തിൽ മുൻപിലോട്ട്, ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയിൽ, ദൈവവചന ധ്യാനത്തിൽ, കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന അനുഭവത്തിൽ സധൈര്യം കാലുകൾ മുൻപിലേക്ക് വച്ചാൽ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. തൻ്റെ കൂടെയുള്ള ആയുധവാഹകനെ ബലപ്പെടുത്തേണ്ടതിന് യോനാഥാൻ പറയുന്ന വരികളാണ്, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ഒരു വലിയ കൂട്ടത്തിന് നേരെ യോനാഥാനും ആയുധവാഹകനുമായി നേർക്കുനേർ ചെല്ലുമ്പോൾ യോനാഥാന്റെ ഹൃദയത്തിനകത്തുള്ള ഉറപ്പ് ഇതാണ്: കയ്യിലുള്ള ആയുധമോ കൂടെയുള്ള സൈന്യത്തിൻ്റെ ബലമോ അല്ല, പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. പ്രിയരെ, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ആരെല്ലാം എതിരായി യുദ്ധത്തിന് വരുന്നതിന് തുല്യമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും, ശത്രു പ്രബലനാണെങ്കിലും ചുറ്റുപാടുകൾ എതിരാണെങ്കിലും, ഞാൻ ആവർത്തിക്കാം, ദൈവം നമുക്ക് അനുകൂലനായി ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാനായി തുടങ്ങും. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളും താഴടിയാകുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ഇന്ന് രാവിലെ ദൈവത്തിൽ ആശ്രയിച്ച വിശ്വസിക്കാമോ? യോനാഥാൻ തൻ്റെ ആയുധവാഹനായ ബാല്യക്കാരനോട് പറയുകയാ, പക്ഷെ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവം ഒന്നും ചെയ്യുവാൻ പറ്റാതെ ഇരിക്കുന്നവനല്ല. ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവമാണ്. നമുക്കറിയാം, പഴയ പുതിയ നിയമങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തിയുടെ ആഴം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരു കണ്ണിനും വിശ്വസിക്കുവാൻ കഴിയാത്ത നിലയിൽ വലിയ ദൈവപ്രവൃത്തികളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കരുത്തുള്ളൊരു ദൈവം ജീവിക്കുന്നു. യോനാഥാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മുൻപിൽ വലിയ ശത്രു ഉണ്ടെങ്കിലും, അവരുടെ കയ്യിൽ മൂർച്ചയേറിയ ആയുധമുണ്ടെങ്കിലും, സാഹചര്യങ്ങളെല്ലാം എതിരാണെങ്കിലും പ്രവർത്തിക്കുന്നൊരു കർത്താവ് നമുക്കുണ്ട് എന്ന് ഈ രാവിലെ നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ചെങ്കടലിൽ ഇസ്രായേൽ ജനം അപ്പുറം എത്തിച്ചേർന്നത്. ശൂർ മരുഭൂമിയിൽ തീർന്നു പോകാതെ കനാനിലേക്ക് കയറുവാൻ
മരണയോർധാനെ വിഭാഗിക്കുവാൻ, ആമേൻ, മാറയ മധുരമുള്ളതാക്കി തീർക്കുവാൻ കാരണം പ്രവർത്തിക്കുവാൻ കരുത്തുള്ളൊരു ദൈവം അവരോട് കൂടെ ഇരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധികളുടെ മുന്നിൽ പതറാതെ ചില പ്രശ്നങ്ങൾക്ക് നേരെ പ്രാർത്ഥനയോടെ ചെല്ലുവാൻ, ചിലതിനെ അഭിമുഖീകരിക്കുവാൻ, ചിലതിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവാത്മാവ് ചിലരെ ബലപ്പെടുത്തുന്ന പകലായി തീരട്ടെ. ബൈബിൾ അങ്ങനെയായി എഴുതിയിരിക്കുന്നത്, ശത്രുവിൻ്റെ പാളയത്തിന് നേരെ ചെല്ലാം, യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തൊട്ടടുത്ത പദം എഴുതിയിരിക്കുന്നത്, അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. യോനാഥാന്റെ വിശ്വാസവും ആശ്രയവും ഈ വാക്കുകൾക്കകത്ത് നമുക്ക് കാണാം. അല്പം കൊണ്ട് വേണമെങ്കിലും വിജയം നൽകി തരുവാൻ, അധികം കൊണ്ട് വേണമെങ്കിലും വിജയം നൽകി തരുവാൻ കരുത്തുള്ള ദൈവകരത്തിന്റെ ശ്രേഷ്ഠത യോനാഥാൻ ഇവിടെ പറയുകയാണ്. പ്രിയരെ, 5 അപ്പവും 2 മീനും 5000 പേർക്ക് വിളമ്പിക്കൊടുക്കത്തക്ക നിലയിൽ അല്പം കൊണ്ട് വലിയ പ്രതിസന്ധിയെ തരണം ചെയ്തവൻ ഇന്ന് പകൽ ആവശ്യത്തിന് തികയാത്തതാണ് കയ്യിലുള്ളതെങ്കിലും മുൻപിൽ വരുന്ന വലിയ പ്രതികൂലങ്ങളെ ജയിക്കത്തക്ക നിലയിലുള്ളത് ഒന്നും കരങ്ങളിലില്ല എങ്കിലും അല്പം കൊണ്ട് വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പഴയ നിയമത്തിനകത്തും അതാണല്ലോ എഴുതിയിരിക്കുന്നത്. ക്ഷാമം തീരുന്നത് വരെ കലത്തിലെ എണ്ണയും കലശത്തിലെ മാവും തീർന്നു പോകാതെ ഒരു വലിയ ദൈവപ്രവൃത്തി അല്പം കൊണ്ട് ദൈവം നടത്തിയെടുത്തെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കൈവശമുള്ളത്, ആമേൻ, ഒന്നിനും തികയത്തില്ല എന്ന് നിങ്ങളുടെ ബുദ്ധി പറയുന്നു എങ്കിലും, സാഹചര്യം പറയുന്നെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കരുപ്പിടിപ്പിക്കേണ്ടതിന് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾക്ക് തികയുന്നത് കരങ്ങളിലില്ല എങ്കിലും ഈ വാക്യം പറയുന്നു, അല്പം കൊണ്ടോ അധികം കൊണ്ടോ, ആമേൻ, പ്രവർത്തിക്കുവാൻ പ്രയാസമില്ലാത്തൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാം, വലിയ ദൈവിക അത്ഭുതങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. അല്പത്തെ, ആമേൻ, വലിയ നിലയിൽ പ്രയോജനപ്പെടുത്തുവാൻ കരുത്തുള്ളൊരു കർത്താവുണ്ട്. ബലമുള്ള കരങ്ങളിലേക്ക് ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ? സാഹചര്യം എതിരാകട്ടെ, ചുറ്റുപാടുകൾ എതിരായി തീരട്ടെ, അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വെള്ളത്തിൽ വീണ കോടാലിയെ ഒരു കോല് വെട്ടിയെടുത്ത് അതേ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ സാധ്യതയില്ലാത്ത ഇടത്ത് ആ ഇരുമ്പ് കഷണം ഉയർന്നു വന്നെങ്കിൽ താഴ്ത്തിക്കളയുന്നൊരു ദൈവത്തെയല്ല, മറച്ചു കളയുന്നൊരു ദൈവത്തെയല്ല, മുടിക്കുന്നൊരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്, ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവത്തെയാണ്. വിദ്യാഭ്യാസം കുറവാണോ? വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ആരോഗ്യത്തിന്റെ സ്ഥിതി അല്പമേ ഉള്ളൂ, പ്രയാസപ്പെടേണ്ട, ദീർഘായുസ് നൽകി തരുവാൻ ദൈവം ശക്തനാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുവാൻ വേണ്ടത്തക്ക നിലയിൽ കരങ്ങളിലില്ലയോ? അല്പത്തെ അധികമായി വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവിക അനുഗ്രഹങ്ങൾ, നന്മകൾ, വിടുതലുകൾ, അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.